ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു സാമിൻ 8ാമത്തെ പാഠം മഹാരിജുൽ ഹുറൂഫ് 2ാം ഭാഗം. അപ്പം നമ്മൾ കഴിഞ്ഞതിൽ മഹാരിജുൽ ഹുറൂഫ് 1 നമ്മൾ പഠിച്ചിരുന്നു. ഖുർആൻ പാരായണ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹ്റജുകളെ കുറിച്ചുള്ള അറിവ്. തൊണ്ട, നാവ്, ചുണ്ടുകൾ, തരിമൂക്ക്, വായുടെ ഉൾഭാഗം എന്നീ പ്രധാന ഭാഗങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. അതിൽ നമ്മൾ നാവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് ഒരു മഹറജാണ് നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ നാവിൽ നിന്ന് എത്ര അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്? 18 അക്ഷരങ്ങളാണ് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് പുറപ്പെടുന്നത്. മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം എന്ത്? നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കുന്നു. കാഫ് നാവിൻ്റെ മുരടൊന്നും മേലെ അണ്ണാക്കിൽ നിന്നുമാണ്. പിന്നെ നാവിൻ്റെ മുരടും അണ്ണാക്കും, അതായത് കാഫിൻ്റെ അല്പം താഴ്ന്ന് കാഫ്. പിന്നെ നാവിൻ്റെ മധ്യവും അണ്ണാക്കും. ജീമ്, ഷീന്, യാ. അപ്പം അതൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നാവിൻ്റെ മധ്യവും അണ്ണാക്കും ടച്ച് ചെയ്തിട്ടാണ് അവിടുന്ന് ഈ അക്ഷരങ്ങൾ വരുന്നത്. പിന്നെ നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. ലോ പറഞ്ഞു നോക്കിയാൽ മതി, മനസ്സിലാക്കാം. അടുത്തതാ നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിൻ്റെ ഊനും. ലാമ് പറഞ്ഞു നോക്കുക. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും. നൂന് മനസ്സിലാക്കുക. പിന്നെ നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും. റാ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ 9 അക്ഷരങ്ങളെ കുറിച്ചാണ്, നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 9 അക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്ത് പറയുന്നത്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കാം. എക്സാമിന് എന്താ വരിക? നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കിൽ നിന്ന് വരുന്ന അക്ഷരം ഏതെന്ന് വെച്ചാൽ നമുക്ക് 3 ഓപ്ഷൻ തരും. കാഫ്, ലാമ്, നൂന്. നമുക്ക് എഴുതാൻ കഴിയണം കാഫ് എന്ന്. അപ്പോൾ ആ രീതി മനസ്സിലാക്കുക. പിന്നെ ചോദ്യമായിട്ടും വരാം, ലാമിൻ്റെ മഹറജ് ഏത്? നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിൻ്റെ ഊനും. നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം. ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ നാവിൻ്റെ മധ്യവും അണ്ണാക്കും നമുക്ക് ടിക്ക് ദ കറക്റ്റ് ആൻസർ ആയിട്ട് തരാം. ജീമ്, യാ. കാഫ്, ലാമ്, നൂന് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ജീമു, യാ ആണ് നാവിൻ്റെ മധ്യവും അണ്ണാക്കിൽ നിന്നും വന്നത്. മനസ്സിലാക്കുക. പിന്നെ ഇവിടെ തഹ്സീസ് വന്ന നക്ര സൂറത്ത് കൗഫ്. മഹാരിജുൽ ഹുറൂഫ് അക്ഷരങ്ങൾ മഹ്റജൊക്കെ മനസ്സിലാക്കി നന്നാക്കി ഓതാനാണ്. പിന്നെ മനപ്പാടാക്കാനുള്ള സൂറത്ത് യാസീന് 32ാമത്തെ ആയത്ത് മുതൽ 40 വരെ. റാത്തീബ്, ഹദ്ദാദ് നമുക്ക് പഠിക്കേണ്ട ഭാഗത്തു നിന്നുള്ള, അതായത് തജ്വീദിൻ്റെ അവസാനത്തിൽ വരും റാത്തീബ്, ഹദ്ദാദ്. അപ്പോൾ വർക്ക് ബുക്കിൽ അല്ല, ഈ ബുക്കിൻ്റെ അവസാനത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവിടെ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് നിങ്ങൾക്ക് പാഠത്തിൽ അവസാനം. അപ്പോൾ ഈ ഭാഗത്ത് വന്നത് മുഴുവനായിട്ട് നന്നായി കാണാതെ പഠിക്കണം. അത് നമുക്ക് ഖുർആൻ ഹിഫ്ള് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. എന്താണ് നുജിബ്? ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ താഴെ കൊടുത്ത അക്ഷരങ്ങളുടെ മഹ്റജ് എഴുതണം. കാഫിൻ്റെത് നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. പാഠബുക്കിൽ നോക്കിയിട്ട് തെറ്റാതെ എഴുതാം. പിന്നെ ലോദ് നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. ലാമ് നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിൻ്റെ ഊനും. നൂന് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും. നൂന്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നെസ്സിൽ യോജിച്ചത് ചേർക്കാനാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വന്നതാണ്, മനസ്സിലാക്കുക. ലോദ് എന്തായിരുന്നോ? നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. അപ്പം അതിൻ്റെ ഡി എഴുതാം. ജീം എന്താണ്? നാവിൻ്റെ മധ്യവും അണ്ണാക്കും. അതിൻ്റെ സി നമുക്ക് എഴുതാം. റാ എന്താ? നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും. അപ്പം അതിൻ്റെ ബി എഴുതി കൊടുക്കാം. കാഫ്
എന്താണ് കാഫിൻ്റെ അല്പം താഴെ ഭാഗം, കാഫിൻ്റെ അല്പം താഴേന്ന്, അതായത് നാവിൻ്റെ മുരടും അണ്ണാക്കും അല്പം താഴെ നിന്നായിട്ട്, കാഫിൻ്റെ അല്പം താഴെ നിന്നായിട്ട്. മനസ്സിലാക്കട്ടോ. എന്താ അടുത്ത വർക്ക് വന്നത് എന്താ? അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? നക്ര സൂറത്തുൽ ഇഖ്ലാസ് വനക്തുബ് മഹാരിജുൽ ഹുറൂഫിൽ ആത്തിയ. സൂറത്തുൽ ഇഖ്ലാസ് ഓതാനാണ്. എന്നിട്ട് അതിലെ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജുകൾ. ഖാഫ് ഫസ്റ്റ് വരുന്നു, ലാം, കുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ അതൊക്കെ മഹ്റജുകൾ എടുത്തെഴുതാനാണ്. കാഫിൻ്റെത് എഴുതുക, ലാമിൻ്റെത് എഴുതുക. അപ്പം അത് നമുക്ക് മനസ്സിലാക്കി എഴുതാം. അതവിടെയൊക്കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ മഹ്റജ് എവിടെ നിന്നാണ്? കാഫ് എവിടെ നിന്നാണ്? നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. നമുക്കവിടെ എഴുതാം. അടുത്ത ലാമ്. അവിടെ കുൽ എന്നത് ലാമ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ലം യലിദ്, വലം യൂലദ്, ഇവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ലാമിൻ്റെ മഹ്റജ് എവിടെയാണ്? നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിൻ്റെ ഊനും. അതെഴുതാ. അടുത്തത് ഹ. ഹ എന്താണ്? ഹുവ. ഹുവ. അപ്പം എന്താണ്? ഹ എവിടുന്ന? ഹലക്കിൽ നിന്നാണ്. ഹൽക്കിൻ്റെ താഴെ അറ്റത്ത് നിന്ന് ഹംസ ഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൽക്കിൻ്റെ താഴെ അറ്റം എന്ന് എഴുതാം. അടുത്ത ഹ. ഹ എവിടുന്ന? ഹൽക്കിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ്. ഹൽക്കിൻ്റെ മധ്യഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഇവിടെ അഹദ്, അഹദ് ഒക്കെ ഹ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. അടുത്ത ദാല്. ദാല് എവിടുന്നാണ്? ഇവിടെ അഹദുൻ, ദുൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ദാല് നമുക്ക് മഹാരജിൽ ഹുറൂഫ് 3 എന്ന പാഠത്തിലാണ് ദാലിൻ്റെ മഹ്റജ് പറയുന്നത്. നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടുമാണ്. അപ്പം അത് ആ പാഠത്ത് നോക്കിയിട്ട് അത് എഴുതുക. അടുത്തത് കാഫ്. കാഫ് അതായത് നമ്മൾ മുകളിൽ എഴുതിയ ഈ കാഫിൻ്റെ അല്പം താഴെ നിന്ന് അങ്ങനെ എഴുതാം. അടുത്തത് പിന്നെ യാ. യാ എന്താണ്? നാവിൻ്റെ മധ്യവും അണ്ണാക്കും. യാ നാവിൻ്റെ മധ്യവും അണ്ണാക്കും. ഇവിടെ യൂലദ്, യക്കുല്ലഹു എന്നൊക്കെ യാ വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. പിന്നെ ഹംസ, അഹദ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഉണ്ട്. അപ്പോൾ അവിടെ അഹദ് എന്നൊക്കെ വരുന്നിടത്ത് ഹംസ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഹൽക്കിൻ്റെ താഴെ അറ്റം ഹംസ ഹ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഉദാഹരണം എഴുതണ്ട. കുൽ എന്നും ലാമിൻ്റെ ലം യലിദ് അതൊന്നും എഴുതണ്ട. അതിൻ്റെ മഹ്റജുകൾ എഴുതിയാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 8ാമത്തെ പാഠമായ മഹാരിജുൽ ഹുറൂഫ് 2 അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജുകൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക, കാണാതെ പഠിക്കുക. നമുക്കൊരക്ഷരം കേട്ടാൽ തന്നെ അതിൻ്റെ നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. കാഫ് നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കും ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ കാഫ് നാവിൻ്റെ മുരടും അണ്ണാക്കും അതിൻ്റെ അതായത് കാഫിൻ്റെ അല്പം താഴെന്ന് അങ്ങനെ നമുക്ക് കാണാതെ പറയാൻ കഴിയണം. അപ്പോൾ ഇത്രയും എല്ലാവരും ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.